പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ 4 സ്ഥലങ്ങളിൽ സുരക്ഷാ സേന കണ്ടെത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒരിടത്ത് വെച്ച് സുരക്ഷാ സേനയ്ക്കും ഭീകരർക്കും ഇടയിൽ വെടിവയ്പ് നടന്നു. ഭീകരർ നിലവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിൽ എത്തി എന്നാണ് സൂചന. ബൈസറിലേക്ക് 4 ഭീകരരും എത്തിയത് 22 മണിക്കൂർ വനമേഖലയിലൂടെ നടന്നാണെന്ന് NIA കണ്ടെത്തിയിരിക്കുന്നു. അനന്ത കോക്കർനാഗിൽ നിന്ന് വനമേഖലയും ദുർഘട പാതകളും താണ്ടിയാണ് ഭീകരർ എത്തിയത്. കൃത്യമായ ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ട്. കാശ്മീരിലെ ബിജ് ബെഹാര സ്വദേശിയായ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറാണ് ഇവർക്ക് വഴികാട്ടിയായത്. AK-47 US നിർമ്മിത M4 തോക്കുകളാണ് ഉപയോഗിച്ചത് എന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചാണ് ഉറപ്പാക്കിയത്. രക്ഷപ്പെട്ട ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് സുരക്ഷാ സേനയുടെ വിലയിരുത്തൽ. കൊടുംവനത്തിലും സമീപ ജില്ലകളിലും നഗരങ്ങളിലും ഉൾപ്പെടെ തിരച്ചിൽ തുടരുകയാണ്. NIA അന്വേഷണ ചുമതല ഔപചാരികമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഭീകരർക്ക് പ്രാദേശികമായ സഹായം നൽകിയ 15 കാശ്മീർ സ്വദേശികളെയും NIA തിരിച്ചറിഞ്ഞിരുന്നു. അവരിൽ നിർണായകമായ സഹായം നൽകിയ 5 പേരിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. കാശ്മീരിൽ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന 200-ലധികം പേരും കസ്റ്റഡിയിലുണ്ട്. ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമണം പുനരാവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദൃക്സാക്ഷികളുടെ മൊഴി ശേഖരിക്കുന്നത്. അന്വേഷണ സംഘം ഒരു കരസേനാ ഓഫീസറുടെ മൊഴിയടക്കം നിർണായകമാകും എന്ന വിവരങ്ങളാണ് നൽകുന്നത്. സംഭവ സമയത്ത് കുടുംബത്തിനൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതാണ് കരസേനാ ഉദ്യോഗസ്ഥൻ. ആക്രമണത്തിനിടെ 2 നാട്ടുകാരുടെയും ഒരു വിനോദസഞ്ചാരിയുടെ മൊബൈൽ ഫോണുകൾ ഭീകരർ തട്ടിപ്പറിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക ഫോട്ടോഗ്രാഫർ മരത്തിൽ കയറി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് നിർണായകമായ തെളിവായി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കടകളുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഭീകരർ. വിനോദസഞ്ചാരികളുടെ തലയ്ക്കും നെഞ്ചിനും നേർക്ക് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികളുടെ ഭാഗമായി 3 ഭീകരരുടെ വീടുകൾ കൂടി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു. ഇതോടെ 11 ഭീകരരുടെ വീടുകളാണ് ഇത് തവിടുപൊടിയാക്കിയിരിക്കുന്നത്. ഷോപ്പിയാനിൽ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഭീകര സംഘടനയിലെ അംഗമായ അദ്നൻ ഷാഫീർ ദറിന്റെ 2 നില വീടും പുൽവാമയിൽ മറ്റൊരു ഭീകരൻ അമീർ നസീറിന്റെയും ബന്ദിപ്പോരിൽ ജമീൽ അഹമ്മദിന്റെയും വീടുകളാണ് തകർത്തത്. 2017 മുതൽ പാകിസ്ഥാനിലാണ് ജമീൽ അഹമ്മദ്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സാമൂഹിക പ്രവർത്തകൻ ഗുലാം റസൂൽ മാഗ്രയെ വെടിവെച്ചു കൊന്നു. വീട്ടിൽ കയറി വെടിയുതിർത്തത് ഭീകരർ എന്നാണ് പ്രാഥമിക നിഗമനം. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ കുപ്വാരയിലെ കൻഡി ഖാസിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തുകയായിരുന്നു. വയറിലും ഇടതുകൈയിലും വെടിയേറ്റ ഗുലാമിനെ ഉടൻ കുപ്വാരയിലെ ഹന്ദ്വാര ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും സ്ഥലത്ത് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരർക്കെതിരെ സൈന്യം നടപടി ശക്തമാക്കിയതിന് പിന്നാലെയാണ്. ഇതിനിടെ കുപ്വാരയിൽ സുരക്ഷാ സേന ഭീകരരുടെ ഒളിത്താവളം തകർത്തു. ഇവിടെ നിന്ന് വൻ ആയുധശേഖരവും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. മുഷ്താഖാബാദ് മച്ചിലെ സെഡേരി നാലയിലെ വനപ്രദേശത്ത് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി തകർത്തത്. 5 AK-47 തോക്കുകൾ, 660 റൌണ്ട് AK-47 വെടിയുണ്ടകൾ, കൈത്തോക്കിനുള്ള വെടിയുണ്ടകൾ, 50 റൌണ്ട് M4 വെടിയുണ്ടകൾ എന്നിവ ഉൾപ്പെടെ പിടിച്ചെടുത്തു എന്ന് സേനാ ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.